നമ്മൾ എന്തിനാണ് ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തനം ചെയ്യുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു യുക്തിവാദി എന്ന നിലയിൽ യുക്തിവാദം ഒരു ജ്ഞാനാധിഷ്ഠിത നിലപാടാണ്. അത് അറിവിൻ്റെ സോഴ്സായി സയൻസിനെ പ്ലേസ് ചെയ്യുന്ന നിലപാട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു അവിശ്വാസപരമായ നിലപാട് കൂടിയാണ്, അല്ലെങ്കിൽ ഭൗതികവാദപരമായ ഒരു നിലപാടാണ്. അങ്ങനെയുള്ള ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തനത്തിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ് എന്നുള്ളൊരു ചോദ്യം എനിക്ക് വ്യക്തിപരമായി എന്നോട് തന്നെയും എന്നോട് പലരും തന്നെയും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ യുക്തിവാദ പ്രവർത്തനം എന്ന് പറയുന്നത് കേവലമായ ഒരു ജ്ഞാന നിർമ്മിതിയോ ജ്ഞാന പ്രചാരണത്തിൻ്റെയോ ഒരു പ്രവർത്തനം മാത്രമല്ല. അത് സമൂഹത്തെ മാറ്റിമറിക്കുക എന്നുള്ള ഒരു സാമൂഹിക പ്രവർത്തനം കൂടിയാണ്. അപ്പോൾ ഒരു ആധുനിക ലോകബോധമുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായി ഒരു പ്രവർത്തിക്കുന്ന നിലയിൽ നമ്മൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരം വിവേചനങ്ങൾക്കെതിരെയും വംശീയത പ്രവർത്തനങ്ങൾക്കെതിരെയും കൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു ആധുനിക യുക്തിവാദ നിലപാട്. ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇപ്പോൾ എങ്ങനെയാണോ കേരളത്തിൽ ദളിത് വിരുദ്ധത എന്ന് പറയുന്നതൊരു പ്രവർത്തനം ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദളിത് വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ജാതീയത വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു ദളിത് വൈജ്ഞാനിക മണ്ഡലം ഉയർന്നു വന്നത്, അതുപോലെ സ്ത്രീവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു ഫെമിനിസ്റ്റ് വൈജ്ഞാനിക മണ്ഡലം ഇവിടെ ഉയർന്നു വന്നത്, ഇപ്പം ജെൻഡർ എന്നത് ബൈനറി അല്ല എന്ന് പറയുകയും അതിൻ്റെ ശാസ്ത്രീയവും സാമൂഹികപരവുമായ ഘടനകളും പുറത്തു കൊണ്ടുവന്ന ഒരു ക്യൂർ വൈജ്ഞാനിക മണ്ഡലം ഇവിടെ ഉയർന്നു വന്നതുപോലെ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരു വംശീയ പദ്ധതി എന്ന നിലയിൽ ഇസ്ലാമോഫോബിയ ഫ്രെയിംവർക്കുകളും പഠനങ്ങളും എഴുത്തുകളും തന്നെ വരുന്നത് ഇത്തരം ഒരു ഫ്രെയിംവർക്കിൻ്റെ ഭാഗമായി അതൊരു വംശീയ പദ്ധതിയാണ്. അപ്പോൾ വംശീയതയ്ക്കെതിരെ നിലപാടെടുക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും നിലപാടായിരിക്കുമ്പോൾ വിശിഷ്യ ഒരു ആധുനിക ലോകബോധം ഉള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള ഒരു യുക്തിവാദിയുടെ കൂടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആധുനിക ലോകബോധമുള്ള ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമോഫോബിയ എന്ന വംശീയ പദ്ധതിക്കെതിരെ നിലപാടെടുക്കുക, അതിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത് കൃത്യമായ ഒരു നിലപാടാണ്. അത് ഒരു വംശത്തിരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ആൻറ്റി ഇസ്ലാമോഫോബിയ ആക്ടിവിസ്റ്റുകൾക്കെതിരെ നിരന്തരം പലതരങ്ങളായ ആരോപണങ്ങൾ നേരിടാറുണ്ട്. ഒന്ന്, സാമ്പത്തികപരമായ ചില കാരണങ്ങൾ നേടാറുണ്ട്. അതായത് മുസ്ലിം സംഘടനകളിൽ നിന്ന് പൈസ പറ്റിക്കൊണ്ടാണ് അവരിത് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് പറയുക, അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആൻറ്റി ഇസ്ലാമോഫോബിയ ആക്ടിവിസ്റ്റുകൾക്ക് മാനസിക രോഗം, അത് മെഗലമാനിയ പോലുള്ള ചില മാനസിക രോഗങ്ങളാണ് എന്ന് പറയുക, അല്ലെങ്കിൽ അവർ ഇങ്ങനെ വ്യത്യസ്തരാണ്, മറ്റുള്ളവർ പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്ന, തങ്ങൾ ഭയങ്കര വ്യത്യസ്തരാണ് എന്ന് കാണിക്കുന്ന ഒരു അഭിനയമാണ് എന്നതിരെ പറയുക, അല്ലെങ്കിൽ കേവലമായ ചില അറ്റൻഷൻ സീക്കിംഗ് പരിപാടികളാണ് എന്ന് പറയുക. ഇതിൽ ഏറെയും കുറഞ്ഞും സാമ്പത്തിക ആരോപണങ്ങളാണ് കൃത്യമായി ഇവിടുത്തെ ആൻറ്റി ഇസ്ലാമോഫോബിയ ആക്ടിവിസ്റ്റുകൾ കേൾക്കുന്നത്. എന്നാൽ ഇത് ഇങ്ങനെയാണോ? അതിൽ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു പൊടി പോലും ഇല്ല എന്ന് നമുക്ക് മനസ്സിലായാലും നമ്മൾ പിന്നെയും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. അത് ഉന്നയിക്കുന്നവർ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഈ വംശീയത പുലർന്നു കാണണം എന്ന ആഗ്രഹത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് അവരുടെ തന്നെ പ്രവൃത്തികളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. ഇനി ഇതൊരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഇസ്ലാമോഫോബിയ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇസ്ലാമോഫോബിയ എതിർക്കപ്പെടണം എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് ഇവിടുത്തെ അവർണരുടെ ഒരു നിലനിൽപ്പിൻ്റെ കൂടി ഭാഗമാണ്. അതായത് അവർണപക്ഷ രാഷ്ട്രീയം പറയുന്ന ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർണർ എങ്ങനെയാണ് ഹിന്ദു ആയത് എന്നുള്ളൊരു ചരിത്രപരമായ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഹിന്ദു എന്ന് പറയുന്നത് ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് ശ്രീനാരായണഗുരു പറയുമ്പോഴും അങ്ങനെ ഒരു തിയോളജിക്കലി അങ്ങനെ ഒരു മതം നിലവിലില്ലെങ്കിൽ പോലും ഹിന്ദു എന്ന് പറയുന്ന ഒരു മതം ഇന്നൊരു സോഷ്യോ പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. അതൊരു വസ്തുതയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ തിയോളജിക്കലി സാധ്യമാകാത്ത, നാച്ചുറലി സാധ്യമാകാത്ത ഒരു യൂണിറ്റി, അല്ലെങ്കിൽ ഒരു വൺ ഹിന്ദു എന്ന് പറയുന്നൊരു യൂണിറ്റി സാധ്യമാകണമെങ്കിൽ അവിടെ അപ്പുറത്ത് നമ്മളൊരു ശത്രുവിനെ എടുത്തേ പറ്റും. പക്ഷേ നമുക്കറിയാം, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും ഹിന്ദു ഫാഷിസത്തിൻ്റെ ഒന്നാം നമ്പർ ശത്രുക്കളായിരിക്കുമ്പോൾ പോലും ക്രിസ്ത്യാനിറ്റിയും ഒരു പരിധിവരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളും ഇവിടുത്തെ ബ്രാഹ്മണ്യ മൂല്യവ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടുകയോ അതിന് വശംബദ്ധരായി പോവുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നും ആ ബ്രാഹ്മണ്യത്തിന് കീഴ്പ്പെടാത്ത ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രത്യയശാസ്ത്രമാണ്. അതിനോട് ഒരു യുക്തിവാദി എന്ന നിലയിൽ വിമർശനങ്ങൾ ഉള്ളപ്പോൾ തന്നെ നമുക്കതിൻ്റെ ചരിത്രപരമായി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നാളിതുവരെ അത് ബ്രാഹ്മണ്യത്തിന് കീഴ്പ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ ബ്രാഹ്മണ്യത്തിന് കീഴ്പ്പെടാത്തത് കൊണ്ട് തന്നെ വളരെ ഈസിയായി ഒരു ഹിന്ദു പ്രത്യയശാസ്ത്രത്തിന് അപ്പുറത്തൊരു ശത്രുവിനെ ഉണ്ടാക്കാൻ, മുസ്ലിമിനെ അവർ ശത്രുവായി പ്രഖ്യാപിക്കാൻ വളരെ എളുപ്പമാണ്. ഈ കീഴ്പ്പെടാത്തത് കൊണ്ട് തന്നെ
അപ്പോൾ അത്തരം ശത്രുവിനെ പ്രഖ്യാപിക്കുമ്പോൾ ഈ ഹിന്ദു യൂണിറ്റി അല്ലെങ്കിൽ ഹിന്ദു വൺ എന്ന് പറയുന്ന ഒരു സംഗതി സാധ്യമാകുന്നത് ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു സാമാന്യ സമൂഹം ഇവിടുത്തെ അവർണരെ അടക്കമുള്ള ആൾക്കാരെ കൊന്നു കീഴ്പ്പെടുത്തിയോ അവരുടേതായ ഒരു സാമ്രാജ്യ ലോകം കെട്ടിപ്പടുക്കുന്നു എന്നൊരു പ്രയോഗത്തിലില്ലാത്തതായ ഒരു ഭയം അല്ലെങ്കിൽ ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു വംശീയത പ്രവർത്തനം നടപ്പാക്കിക്കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഞാനടക്കമുള്ള അവർണപക്ഷ രാഷ്ട്രീയം പിറന്ന അവർണരുടെ നാളത്തെ തലമുറയും ഇവിടെ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഉറപ്പായും ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഈ വംശീയ പദ്ധതിയെ ഇവിടുന്ന് തൂത്തെറിഞ്ഞേ പറ്റൂ എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഒരു അവർണപക്ഷത്ത് നിൽക്കുന്ന അവർണനായ ഞാൻ ഇപ്പോൾ രോഹിൽ വെബുല പറയുന്നത് പോലെ നമ്മൾ എന്തൊക്കെ പുരോഗമനവും എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞാലും യു വിൽ ബി ഡിസ്കാർഡഡ് യുവർ ഫസ്റ്റ് നിയറസ്റ്റ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന പോലെ ഞാനിനി എന്തൊക്കെ എഴുതിയാലും പറഞ്ഞാലും എൻ്റെ അവർണ ഐഡൻറ്റിറ്റി തന്നെയായിരിക്കും എപ്പോഴും എന്നിലേക്ക് അവർ ചുരുക്കിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ ഹിന്ദു ഫാഷിസ്റ്റുകളും ചുരുക്കിക്കൊണ്ടിരിക്കുക അത് തന്നെയായിരിക്കും. അപ്പോൾ അവിടെ എൻ്റെ അടുത്ത തലമുറയെങ്കിലും ഇവിടെ നിലനിൽക്കണമെങ്കിൽ അവർക്കിവിടെ ശുദ്ധമായി ശ്വസിക്കണമെങ്കിൽ അവർക്കിവിടെ വിഭവങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ ഒരു ഹിന്ദു ജാതിരാഷ്ട്രം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തനം നടത്തി ഇസ്ലാമോഫോബിയ എന്ന വംശീയതയെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തൂത്തെറിഞ്ഞേ പറ്റൂ എന്നുള്ളതാണ് കൂടിയാണ് നമ്മൾ ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തനം. ഇതുപോലെ തന്നെ അവസാനമായി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നവർ എന്ന് പറയുന്നത് ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ദൈവം നമ്മുടെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടവരല്ല. അവരെല്ലാം തന്നെ സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ വന്ന മാലാഖമാരൊന്നുമല്ല. അപ്പോൾ അവർ സ്വാഭാവികമായും സാധാരണ മനുഷ്യരായതുകൊണ്ട് തന്നെ ഒരു മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ ഗുണങ്ങളും എല്ലാ കുഴപ്പങ്ങളും ഇവർക്കെല്ലാം തന്നെ ഉണ്ടാകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിനോജ് നായർ എന്ന വ്യക്തി, അദ്ദേഹം കൃത്യമായി ഇസ്ലാമോഫോബിയയ്ക്ക് എതിരായിട്ടുള്ള വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഹിന്ദു ഫാഷിസത്തിനെതിരായിട്ടുള്ള വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തകരുടെ ഒരു നല്ലൊരു സോഴ്സ് തന്നെയായിരുന്നു വിനോജ് നായർ. എന്നാലിപ്പോൾ കഴിഞ്ഞ കുറച്ച് തിങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് മുസ്ലിങ്ങൾ എന്തോ അനാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഹിന്ദു ഫാഷിസ്റ്റുകൾക്ക് അനുകൂലമായി സംസാരിക്കുന്നു. ഇസ്ലാമോഫോബിയയ്ക്ക് എതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹം അവസാനിപ്പിച്ചതായി ഈ കാണുന്നു. അപ്പോൾ എന്തോ പലരും പല അത്ഭുതങ്ങളും പറഞ്ഞു. ഇത്രയും ക്ലാരിറ്റി ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ആകാൻ കഴിയുക എന്നുള്ളത്. അതിന് പല കാരണങ്ങളും പറയുന്നുണ്ടെങ്കിലും അത് എന്തു തന്നെ ആയാലും ഇത് ഏതെങ്കിലും ഒരു വിനോദ നായരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമൊന്നുമല്ല. വിനോദ നായർ മാറിയെങ്കിൽ പോയി. ഇതെല്ലാം വ്യക്തികൾ ചെയ്യുന്ന വ്യക്തിപരമായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഇന്ത്യൻ ആക്റ്റാണ്. അതുകൊണ്ട് തന്നെ അത് ഇന്ന് നമ്മൾ പറയുന്ന നിലപാടുകൾ നാളെ നമ്മൾ വെച്ച് പുലർത്തണം. നമ്മൾ അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും നല്ല ഈ പറഞ്ഞ ഇത്തരം വംശീയതയ്ക്കെതിരെ നിലപാട് എടുക്കുമെന്നൊക്കെ കരുതുക വയ്യ. മനുഷ്യരാണ്, പല കാരണങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വലിയ അത്ഭുതപ്പെടേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന പല മുസ്ലിങ്ങളും ഈ പറയുന്ന ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തകരെ പലപ്പോഴും അവർ എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ പോലും അവർ നിശബ്ദത പാലിച്ച് വിമർശിക്കാതിരിക്കുന്നതായി ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതിനവർ പറയുന്ന കാരണം ഇവരൊക്കെ ഈ ഇസ്ലാമോഫോബിക്കെതിരെ പറയുന്നത് കൊണ്ട് വേറെ ആരും പറയാനില്ല, നിങ്ങളങ്ങനെ പറയുന്നവരെ ഒതുക്കേണ്ടതില്ല എന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെ ഒന്നുമല്ല. മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഇത് നമ്മൾ മുസ്ലിങ്ങളുടെ ഒരു എന്തെങ്കിലും ഒരു മാലാഖമാരല്ലാത്തത് കൊണ്ട് തന്നെ വിമർശിക്കേണ്ടടുത്ത് കൃത്യമായി വിമർശിക്കുക. ഇപ്പോൾ ഇതുപോലെ ചില ആൾക്കാർ, ഇപ്പോൾ വിനോദ് നായർ പോലുള്ള ചില ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ പറ്റും. അവർ നിരന്തരം മുസ്ലിങ്ങളെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നതായി കാണാം. കാരണം ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന, മുസ്ലിങ്ങളെ കുറ്റം പറയാത്ത, വിമർശിക്കാത്ത എന്തോ ഒരു പ്രവൃത്തിയാണ് എന്നിവിടെ പലരും ധരിച്ച് വശമായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അത് ആക്ച്വലി അങ്ങനെ നറേറ്റീവ് ഉണ്ടാക്കിയത് ഇവിടുത്തെ ഹിന്ദു ഫാഷിസ്റ്റുകളാണ്. ആ ഹിന്ദു ഫാഷിസ്റ്റുകളെ നറേറ്റീവ് അവർ പിൻപറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിനോദ് നായർ വന്നോ പോയോ, പ്രതീഷ് പി വന്നോ മരിച്ചോ ഇല്ലയോ എന്നൊന്നല്ല ഇവിടെ പ്രശ്നം. ഇവിടെ കൃത്യമായി ഇതൊരു വംശീയതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് അത് മുസ്ലിങ്ങളുടെ എന്തെങ്കിലും പ്രവൃത്തി മൂലമോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ വിമർശിക്കാതിരിക്കാനുള്ള ലൈസൻസോ ഒന്നുമല്ല എന്നിട്ട് കൃത്യമായൊരു വംശീയ പദ്ധതിയായി കണ്ടുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് വംശീയതയ്ക്കെതിരെ നിലപാടെടുക്കുക എന്നുള്ള ഓരോ മനുഷ്യൻ്റെ ഉത്തരവാദിത്തമായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടതെന്നാണ് കൂട്ടിച്ചേർക്കുന്നത്.